ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. ഈ ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പങ്കെടുക്കേണ്ട ഒന്നാണ് ജുമുഅ ഖുതുബ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം അലസരാകാതെ ശ്രദ്ധിക്കണേ എന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. ജീവിതം പോലെ പ്രധാനമാണ് നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ജീവിതത്തെ ഏതൊരു പ്രാധാന്യത്തോടു കൂടിയാണോ കാണുന്നത്, അതേ ഒരു പ്രാധാന്യം ഞാനും നിങ്ങളും എങ്ങനെ മരിക്കും, എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും അവസാനം എന്ന് ഓർക്കേണ്ടതുണ്ട്, എന്ന് ഓർക്കൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ആകസ്മികമായ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പര്യവസാനം, നമ്മുടെ അവസാനം അത് എങ്ങനെയായിരിക്കും എന്ന ഒരു ആകുലത, എന്ന ഒരു പേടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന, സഹാബത്ത് ഏറ്റവും പേടിയോടുകൂടി കണ്ട ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഒരു മനുഷ്യൻ അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അതും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കർമ്മങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ചവിട്ടോ രണ്ട് ചവിട്ടോ ബാക്കിയുണ്ടാകുമ്പോൾ നരകക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവൻ നരകത്തിലേക്ക് എത്തുന്ന, നരകത്തിൽ ആപതിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ മറ്റൊരുത്തൻ നരകക്കാരുടെ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചില ആളുകളെ നോക്കി വിലയിരുത്താറുണ്ട്, അവൻ പോകുന്ന പോക്ക് നരകത്തിലേക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വാചകങ്ങളാണ്. ഒരു മനുഷ്യൻ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നരകത്തിലേക്ക് എത്താൻ നിമിഷങ്ങൾ ബാക്കിയിരിക്കെ അവൻ സ്വർഗക്കാരുടെ അമലുകൾ ചെയ്യും. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്ഭുതപ്പെട്ട് ഞാൻ എന്തൊക്കെയോ ആണ് എന്ന തോന്നലിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ ആ സഞ്ചാരവും ആ ചിന്തയും നമ്മൾ നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എത്ര തന്നെ നല്ല പ്രവർത്തനങ്ങളിലൂടെ പോകുന്നവരാണ് നമ്മളെങ്കിലും അവസാനം എങ്ങനെയെന്നത് അത് വളരെ പ്രധാനമാണ്. ഇനി വളരെ മോശമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അവസാനവും എങ്ങനെ എന്ന് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്, വഇന്നമൽ അമാലു ബിൽ ഖവാതീം, അല്ലാഹു പരിഗണിക്കുക, അല്ലാഹു സ്വീകരിക്കുന്ന അമൽ എന്നത് അത് അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ അവസാനം എങ്ങനെ എന്നത് പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും ക്ലിപ്തമാക്കപ്പെടുക, നിർണയിക്കപ്പെടുക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. വളരെ ലാഘവത്തോടുകൂടി ആ സ്വാതന്ത്ര്യങ്ങൾക്ക് പിന്നിൽ മാത്രം പോയിക്കൊണ്ട് ജീവിതത്തെ കളയേണ്ടവനല്ല ഒരു മുസ്ലിം. മറിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ആഖിറമുണ്ട്, പരലോകമെന്നത് സത്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആ സ്വർഗത്തെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രവർത്തനമാണ്
എന്ന നിയ്യത്തോടു കൂടിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യർതദിദ് മിൻകും അൻ ദീനി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും എന്നിട്ട് മുർത്തദായി കഴിഞ്ഞാൽ, അങ്ങനെ കാഫിറായി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഉലൈക ഹബിതത് അഅമാലുഹും, അവന്റെ അമലുകളെല്ലാം അല്ലാഹു പൊളിച്ചു കളയും. അവന്റെ സങ്കേതം എന്നത് അത് നരകമായിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സൈനികൻ, അവൻ അതീവ യോദ്ധാവാണ്, അതീവ ശക്തിയോടുകൂടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി ശത്രുപക്ഷത്തുള്ള ഓരോ ആളുകളെയും വെട്ടിനുറുക്കി യുദ്ധത്തിൽ അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബാക്കൾ കണ്ട് അത്ഭുതം കൂറി. സ്വഹാബാക്കൾ പറഞ്ഞു, ഇന്നത്തെ യുദ്ധം അത് ആ വ്യക്തി കൊണ്ടുപോയിട്ടുണ്ട്, ഇന്നത്തെ പ്രതിഫലം അത് ആ വ്യക്തി ആർജിച്ചെടുത്തിട്ടുണ്ട്, നമുക്കെല്ലാം നഷ്ടമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ സ്വഹാബാക്കൾ പറഞ്ഞത്, നരകത്തിലേക്ക് പോകുന്ന ഒരാളെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് നോക്കുക എന്നാണ്. അങ്ങനെ ആ വ്യക്തിയുടെ അവസാനം പരിശോധിച്ചു നോക്കുമ്പോൾ യുദ്ധത്തിൽ അവിശ്വാസികളെ കൊന്നൊടുക്കി ഇസ്ലാമിന് വേണ്ടി സ്വന്തം ശരീരം പണയം വെച്ച വ്യക്തി, അദ്ദേഹം അവസാനമായി മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കടാര എടുത്തുകൊണ്ട് സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ്. എന്താണ് അതിന്റെ കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിഷ്കളങ്കതില്ലായ്മ, നിഷ്കളങ്ക നഷ്ടപ്പെട്ടു പോയി, ഇഖ്ലാസ് ഇല്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ പ്രശ്നമെന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ വലിയ അമലുകൾ ചെയ്യുന്നവരാണ് എങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പള്ളിയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മളായിരിക്കാം, അതല്ലെങ്കിൽ സംഘടനയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മളായിരിക്കാം, അതല്ലെങ്കിൽ ഇസ്ലാമികപരമായും സാമൂഹികപരമായും ഒരുപാട് സേവനങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നവരായിരിക്കാം നമ്മൾ. പക്ഷേ ഇഖ്ലാസ് ഇല്ലേ, നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിൽ തൊട്ടു വീണ്ടിയിട്ടില്ല എങ്കിൽ, ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല, ഏതെങ്കിലും സൃഷ്ടികൾ കാണാൻ വേണ്ടി, അവന്റെ അഭിനന്ദനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവസാനവും ഇതേപോലെ ആകുമോ എന്ന ഒരു ഭയപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. റബ്ബേ, ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്, അല്ലാത്ത ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ആർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഇത് ഏത് രൂപത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ നീയത്തിനെ ശരിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും കാണാൻ വേണ്ടിയല്ല, ആരുടെയും അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയല്ല, ആരുടെയും നല്ല വാചകങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് റബ്ബിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ പര്യവസാനവും വളരെ മോശമായിരിക്കും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഭയപ്പാടുണ്ടാകണം. എന്റെ മരണം അതെങ്ങനെയായിരിക്കും, ഞാൻ മോശമായി മരണപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുഫിയാനു സൗരി റഹിമഹുല്ല അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, താങ്കൾ എന്തിനാണ് കരയുന്നത്? എന്താണ് താങ്കളെ കരയാൻ പ്രേരിപ്പിച്ചത്? നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ടാണോ താങ്കൾ കരയുന്നത്? ആ സമയത്ത് സുഫിയാൻ സൗരി റഹിമഹുല്ല പറയുന്ന വളരെ ചിന്തനീയമായ വാചകം അദ്ദേഹം പറയുന്നത്, അദ്ദുനൂബു അഹ്വനു അലയ്യ, തിന്മകളെ ഓർത്തുകൊണ്ടല്ല ഞാൻ കരയുന്നത്, ഇന്നമാ അഖാഫു സൂഅൽ ഖാത്തിമ, പക്ഷേ ആ തിന്മ ചെയ്തത് മൂലം ഞാൻ എങ്ങാനും മോശമായ അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിലോ അത് ഓർത്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത്, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ ആകുലപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയത്തോതി എന്നാണ്. വമൻ യർതദിദ് മിൻകും അൻ ദീനി, നിങ്ങളുടെ ദീനിൽ നിന്ന് മുർത്തദായി പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നരകമാണ് നിങ്ങളുടെ സങ്കേതമെന്നാണ്. ഇന്ന് മുസ്ലിം നാമധാരികളായ എത്രയെത്ര ആളുകളാണ് ഇത്തിസ്റ്റുകളായി, നിരീശ്വരവാദികളായി, എക്സ് മുസ്ലിംസായി നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ വളർന്നു വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്, കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നരകം ഉറപ്പ് എന്നാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഭയം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പല ആളുകളുടെയും ജീവിതം എന്നത് വളരെ അശ്രദ്ധമായി, ജീവിതത്തെ സമീപിക്കുന്നത് യാതൊരു ശ്രദ്ധയോടുകൂടിയല്ല എന്ന് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ
നോക്കിയാൽ തന്നെ ഓരോ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും നിസ്കാരത്തിൽ യാതൊരു കണിശതയുമില്ല. സുബഹി നിസ്കാരത്തിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ മറ്റു ജമാഅത്തുകളുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് സുബഹി നിസ്കാരം എന്നത്. എത്ര ആളുകൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, ഇത്രയും ആളുകൾ സുബഹിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഉറപ്പിച്ചും തറപ്പിച്ചും പറയും ഇല്ല, ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് ഉറപ്പാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തേണ്ടത് നമ്മുടെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ കണിശതയുണ്ടാകണം. അശ്രദ്ധരായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത് എന്നതിന് ഏറ്റവും വലിയ അടയാളമാണ് നമുക്ക് സുബഹിക്ക് ജമാഅത്തിനെത്താൻ സാധിക്കുന്നില്ല എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ജമാഅത്തിന് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചെറിയൊരു പരിശ്രമമെങ്കിലും ഈ ഒരു വിഷയത്തിൽ, ചെറിയൊരു ശ്രദ്ധയെങ്കിലും ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ചെറിയ ഒരു കണിശതയെങ്കിലും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ദുനിയാവിന്റെ പിന്നിലാണ് പല ആളുകളും വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. എന്തിന്റെ പേരിൽ? ദുനിയാവിനെ ആലോചിച്ചുകൊണ്ട്, ബിസിനസ്സിലെ നഷ്ടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളെയും കുറിച്ച് വിഷമിച്ച് അതിലിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ആഖിറത്തെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ എവിടെ? എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോവല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ഉറക്കം കിടത്തിയത് അത് ദുനിയാവിനെ ഓർത്തുകൊണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് മാറി ആഖിറത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നുകൊണ്ട് തഹജ്ജുദിലേക്ക് പേടിച്ചോടേണ്ട ആ സമയം അത് അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഭയത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിതത്തെ സമീപിക്കേണ്ടത്. രണ്ടാമത്തേത്, ഇസ്തിഖാമത്ത് വേണം. എല്ലാ നിലക്കും ദീനിനോട് യോജിച്ച രൂപത്തിലായിരിക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ നിയ്യത്തുകൾ എല്ലാം അല്ലാഹുവിന് തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് ഇസ്തിഖാമത്തോടുകൂടി മരണപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവൻ, സുമ്മസ്തഖാമു, അവിടെ അവൻ നിർത്തിയില്ല. റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു നിർത്തിയില്ല. പിന്നെയോ സുമ്മസ്തഖാമു, ദീനിൽ അടിയുറച്ചു നിന്നു എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്, റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇസ്തിഖാമത്തിലായ ആളുകൾ, ദീനിൽ അടിയുറച്ച ആളുകൾ അവർ വളരെ ചുരുക്കമാണ് എന്നാണ്. ഇവിടെ ഉള്ള ആളുകളെല്ലാം റബ്ബിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷെ എത്ര ആളുകൾ ഇസ്തിഖാമത്ത് എന്ന ദറജയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മേഖലയിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ കുടുംബത്തിലുള്ള ഇടപാടുകളിലും, സമൂഹത്തോടുള്ള പെരുമാറ്റത്തിലും, ആളുകളോടുള്ള ഇടപാടുകളിലും എല്ലാത്തിലും ഇസ്തിഖാമത്ത് ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞതുപോലെ ആയിരിക്കണം. നമ്മുടെ ഒരു നോട്ടം പോലും അത് ഹറാമിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ഒരു വാക്ക് പോലും അത് ഹറാമിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ക്രമീകരിക്കുന്ന ജീവിത പദ്ധതിക്കാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. അവിടെയാണ് നമുക്ക് പലപ്പോഴും പിഴക്കാറുള്ളത്, നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുള്ളത് ഇസ്തിഖാമത്തിന്റെ വിഷയത്തിലാണ്. നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും അത് അറിഞ്ഞിട്ടും പലപ്പോഴും ഖുതുബയിൽ അത് കേട്ടിട്ടും പിന്നെയും അതേപടി ആവർത്തിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ ഒരു യുവാവായ വ്യക്തി വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറൽ മുഅ്മിനീൻ, സന്തോഷിച്ചു കൊള്ളുക. താങ്കൾ എത്ര നീതിയുക്തമായിട്ടാണ് ഭരണം നടത്തിയത്. താങ്കൾക്ക് ഖേദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു വിജയത്തിന്റെ സോപാനത്തിലേക്കാണ് താങ്കൾക്ക് ഇനി പ്രവേശിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ആ യുവാവ് തിരിച്ചു മടങ്ങുമ്പോൾ മരണത്തിന്റെ ശയ്യയിൽ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ യുവാവിനെ വിളിച്ചുകൊണ്ട്, യാ ശബാബ്, ഓ യുവാവേ, നിന്റെ വസ്ത്രം അത് നിര്യാണിക്ക് താഴെയായിട്ടുണ്ട്, അത് മുകളിലേക്കൊന്ന് എടുത്തുടുക്കേണ്ടതുണ്ട്, അത് മുകളിലേക്ക് ആക്കേണ്ടതുണ്ട് എന്ന ആ ഒരു ഉപദേശം മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മളിൽപ്പെട്ട ചില ആളുകൾ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയൊന്നുമില്ല, മറിച്ച് നിസ്കാരവും നോമ്പും സക്കാത്തും
സക്കാത്തും ഇതൊക്കെ മാത്രമാണ്, വസ്ത്രത്തിലൊന്നും ദീനില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരൊരു മുസ്ലിമാണ് എന്ന് പുറത്തുനിന്ന് പറയുവാൻ സാധിക്കണമെന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് കൃത്യമായ ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. അതുകൊണ്ട് ഇസ്തിഖാമത്ത് എന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ആത്മാർത്ഥമായി ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് മുസ്തഖീമായ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ ആ ഇസ്തിഖാമത്തിന്റെ പാതയിൽ നമ്മെ അടിയുറപ്പിച്ചു നിർത്തണേ എന്നാണ് ഓരോ ആളുകളും ഓരോ ദിവസവും ഓരോ നിസ്കാരത്തിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. എവിടെയാണ് ജീവിതത്തിൽ പാളിച്ചകളുള്ളത്, എവിടെയാണ് അള്ളാഹു പറഞ്ഞതുപോലെ അല്ലാതെ എന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നമ്മുടെ വിശ്വാസം അത് ശരിയാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം കറ കളഞ്ഞ വിശ്വാസമാകണം. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും, ഈ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരം വിശ്വാസം ശരിപ്പെടുക എന്നതാണ്. വിശ്വാസം അത് വളരെ കൃത്യമായി കഴിഞ്ഞാൽ ആളുകൾക്ക് സമാധാനം തനിയെ എത്തിക്കൊള്ളും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം അവന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ്. അതുകൊണ്ട് തൗഹീദുള്ള ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് ജീവിതത്തിൽ സമാധാനമുള്ളത്, അവർക്കാണ് ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കേണ്ടത് നാട്ടിലെ ഉസ്താദ് എന്ത് പറയുന്നു എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടല്ല വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തേണ്ടത്, മറിച്ച് വിശ്വാസം ശരിപ്പെടേണ്ടത് അത് ഖുർആനിലും സുന്നത്തിനും അനുസരിച്ചുകൊണ്ടാണ്. നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് ആവർത്തിച്ച് നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നാൽ അതേ സമയത്ത് ആ നിസ്കാരം കഴിഞ്ഞാൽ വേറെ വല്ല സൃഷ്ടികളെയുമാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ പറഞ്ഞതിന് എന്ത് പ്രസക്തിയാണ് പിന്നെയുള്ളത്? അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ അത് വളരെ കൃത്യമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലയിൽ ആസ്പദമായിരിക്കണം നമ്മുടെ വിശ്വാസം. ജീവിതം എന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊറ്റ ഒരു ഉത്തരമാണ്, ലാ ഇലാഹ ഇല്ലല്ല. അത് സാക്ഷാത്കരിക്കലാണ്. അല്ലാഹുവിനുള്ള ഇബാദത്ത് അത് കൃത്യമായി നിർവഹിക്കലാണ്. ആ നിർവഹിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം അത് അല്ലാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തേത്, സൽക്കർമ്മങ്ങൾ നമ്മൾ പതിവായിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ, നല്ല മരണത്തിന് നമുക്ക് സാധ്യമാകണമെങ്കിൽ സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ നമുക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, യഥാർത്ഥ രൂപത്തിൽ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നതുവരെ, മരണം വരുന്നതുവരെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യമല്ല എന്നതാണ്. അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയാണ് പല ആളുകൾക്കും സൽക്കർമ്മത്തിന്റെ വിഷയത്തിലുള്ളത്. യാതൊരു ശ്രദ്ധയും സൽക്കർമ്മത്തിന്റെ വിഷയത്തിലില്ല. നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും നമ്മുടെ സൽക്കർമ്മത്തിനോടുള്ള സമീപനം എന്താണ് എന്ന്. സുന്നത്ത് നിസ്കാരം 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവര് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് ഹദീസ്. എന്നാൽ 10 ദിവസം തുടർച്ചയായി ആ 10 റക്അത്തും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് എത്രയാൾക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നാണ്. ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ഖുതുബകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ സൽക്കർമ്മത്തിൽ യാതൊരു കണിശതയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദ്വമുഹാ വ ഇൻ ഖല്ല, എത്ര കുറവാണ് എങ്കിലും തുടർച്ചയായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന്. അതാണ് അല്ലാഹുവിന് ഇഷ്ടം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കാറുണ്ടോ?
ഒരു മാസത്തിൽ ചുരുങ്ങിയത് ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഓതാറുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാറുണ്ടോ? ഇതൊന്നും നമ്മൾ ചെയ്യാതെ ഇങ്ങനെയുള്ള തുടർച്ചയായ അമലുകളൊന്നും നമുക്ക് ജീവിതത്തിൽ പറയാനില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകണമെന്നാണ് എങ്കിൽ എത്ര ബുദ്ധിത്തരമാണ് നമ്മുടെ ആലോചന എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത് സിഫീൻ യുദ്ധത്തിന്റെ വേളയിൽ പോലും, സിഫീൻ യുദ്ധം നമുക്കറിയാം, സിഫീൻ യുദ്ധം എന്നത് മുസ്ലിമീങ്ങൾ പരസ്പരം നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി പോലും ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലുള്ള ദിക്ർ അത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് യാത്ര ആ സഹാബാക്കളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് പിന്തിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറി നമ്മൾ ആ സഹാബാക്കളിലേക്ക് മത്സരിച്ചടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ള പറയുന്നത്, ഗീബത്തിന്റെ ഹദീസ് കേട്ടതിന് ശേഷം, ഗീബത്ത് പറയാൻ പാടില്ല എന്ന് കേട്ടതിന് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പറയുന്ന സഹാബാക്കളും ഈ പറയുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരും ഇവരുടെ കൂടെ നമ്മൾ ആഖിറത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് അവർക്ക് സമാനമായി നമുക്ക് പറയാനുള്ളത് എന്ന് കാര്യമായ ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ല എങ്കിൽ വമ്പിച്ച നഷ്ടമായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ആദ്യമായി അമലുകളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 5 വഖത്ത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതീവ ശ്രദ്ധയുണ്ടാകണം. ജമാഅത്തിന് തന്നെ എത്താൻ നമ്മൾ പരിശ്രമിക്കണം. ജമാഅത്ത് എന്നത് നിർബന്ധമല്ല എന്ന് ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആലോചിക്കേണ്ടത് യുദ്ധത്തിന്റെ സമയത്ത് പോലും ജമാഅത്തായി നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? യുദ്ധത്തിന്റെ സമയത്ത് പോലും ജമാഅത്തായി ആദ്യത്തെ സഫ് നിൽക്കുമ്പോൾ രണ്ടാമത്തെ സഫ് ആദ്യത്തെ സഫിന് വേണ്ടി കാവൽ നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ജമാഅത്തിൽ മിസ്സായിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? യുദ്ധത്തിലുള്ള ആളുകൾ പോലും ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് കുതറി മാറുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ജമാഅത്തും വളരെ കണിശതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 1 മാസം തുടർച്ചയായി നോമ്പ് നോക്കിയ സ്വഹാബാക്കളുണ്ട്. അതോടൊപ്പം തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിച്ച സഹാബാക്കളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ജമാഅത്തിനെ വളരെ ലാഘവത്തോടുകൂടി അതിനെ യാതൊരു പ്രാധാന്യത്തോടുകൂടിയും കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി അതീവ കണിശത ജമാഅത്തിന് നമ്മൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. كان رسول الله صلى الله عليه وسلم يذكر الله على كل احيانه. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു എന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കുള്ള രക്ഷയാണ്, രക്ഷാ കവചമാണ് ദിക്റുകൾ. നമുക്ക് വരുന്ന ദുഃഖങ്ങളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട്, കണ്ണേറിനെ തൊട്ട് എന്നിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയെല്ലാം തടുത്തു നിർത്താൻ നമ്മൾ പറയുന്ന ദിക്റുകൾ കൊണ്ട് സാധിക്കുമെന്നാണ്. എന്നാൽ എത്ര ആളുകളാണ് ആ ദിക്റുകൾ പറയാറുള്ളത്? അസർ നിസ്കാരവും കഴിഞ്ഞ് അവിടെ തന്നെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ആ ദിക്ർ പറഞ്ഞ് നമുക്ക് തീർക്കാൻ സാധിക്കും. പക്ഷേ ആ 10 മിനിറ്റ് പോലും നമുക്ക് ആ ഒരു സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ആ രാവിലത്തെ സുബ്ഹിയിലെ ആ ദിക്റും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കും. ആലോചിക്കുക, ഇന്നും സുബ്ഹി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എത്ര ആളുകൾ ആ ദിക്ർ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആളുകൾ. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതിൽ ആ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും ജീവിതത്തിൽ ഒരു ദിവസം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന. ആരെങ്കിലും രാവിലെ പ്രാർത്ഥിച്ച് അവൻ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ അതിനു മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. ഇത്രയും വലിയ ഓഫർ നൽകിയിട്ട് പോലും നമുക്ക് ആ പ്രാർത്ഥന തുടർച്ചയായി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മെക്കാളും വലിയ ഹതഭാഗ്യവാന്മാർ, തൗഫീഖ് നഷ്ടപ്പെട്ട ആൾ വേറെയുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നുമായിട്ടില്ല എന്ന ചിന്തയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പല ആളുകൾക്കും ബാധിച്ച രോഗമാണ് കിബർ, അഹങ്കാരം, അതല്ലെങ്കിൽ ഉജുബുൻ നഫ്സ്, ഉൾനാട്യം. ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഞാൻ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ആളുകളെ ക്രൂശിക്കുക, ബാക്കിയുള്ള ആളുകളെ വിമർശിക്കുക, ബാക്കിയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്കും അമാലുകളിലേക്കും നോക്കുക. സ്വന്തത്തിലേക്ക് നോക്കാൻ പല
ആൾക്കും പല വ്യക്തികൾക്കും സമയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എണ്ണമറ്റ ന്യൂനതകൾ, ഒരിക്കലും എണ്ണി തീർക്കാൻ സാധിക്കാത്തത്ര കുഴപ്പങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ബാക്കിയുള്ളവന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിലേക്ക് എത്തി നോക്കി അവന്റെ ഒഴിവുകൾ, അവന്റെ പോരായ്മകൾ നമുക്ക് എണ്ണാൻ സാധിക്കുക? ഇമാമുമാർ പറഞ്ഞു വെക്കാറുള്ളത്, ഒരാൾക്ക് മംഗളം സ്വന്തം പോരായ്മകൾ നോക്കി ജീവിക്കുന്നവനാണ് മംഗളമെന്നാണ്. അതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. മാറേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേളയിൽ അടുത്ത ഒരു യുവാവിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ആ യുവാവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക്, എന്താണ് നിന്റെ അവസ്ഥ, എന്താണ് നിനക്ക് അനുഭവപ്പെടുന്നത്? ആ സമയത്ത് ആ വ്യക്തി പറയുന്നത്, ആ യുവാവ് പറയുന്നത്, അർജുല്ലാ, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് റസൂലേ, വ അഖാഫു ദുനൂബി, എന്നാൽ അതോടൊപ്പം എനിക്ക് പേടിയുള്ളത് എന്റെ തിന്മകൾ അതെന്തായിരിക്കും എന്നെ ചെയ്യുക, റബ്ബിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ തിന്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു പേടിയുമുണ്ട്, എന്നാൽ അതോടൊപ്പം ഒരു പ്രതീക്ഷയുമുണ്ട് എന്ന് ആ വ്യക്തി പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വ ആമനഹു മിമ്മാ യഖാഫ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ രണ്ട് അവസ്ഥകളും ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ സംഗമിക്കുകയില്ല. അവൻ ഏതൊന്നിലാണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അള്ളാഹു നിറവേറ്റും. അവൻ ഏതൊന്നിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരുപാട് ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടാകേണ്ടത് നമ്മുടെ ഫർള് നിസ്കാരത്തിലേക്കും ജമാഅത്തിലേക്കും നോക്കിയാൽ തന്നെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു മുസ്ലിമിന്റെ ഭരണഘടന, ഒരു മുസ്ലിമിന്റെ ജീവിത പദ്ധതിയായ ആ ഖുർആൻ ഒന്നെടുത്ത് മറിച്ചു നോക്കി ഒരു മണിക്കൂറെങ്കിലും ആത്മാർത്ഥമായി ഇരുന്ന് അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ് എന്നൊക്കെ ആലോചിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സമയം കണ്ടെത്തുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുക. അതല്ലാതെ ഖുർആനോത്തിൽ നമുക്കൊരു കണിശതയില്ല, പാരായണം ചെയ്യുന്നില്ല. ഖുർആൻ ക്ലാസുകൾ ഈ പള്ളിയിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പങ്കെടുക്കാൻ സമയമില്ല. ജീവിതത്തിന്റെ തിരക്കിലൂടെ, ദുനിയാവിന്റെ പളപളപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണമെന്ന യാഥാർത്ഥ്യം അത് നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. എത്ര തന്നെ കുതറിമാറി അതിൽ നിന്ന് നിങ്ങൾ ഓടാൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു അജൽ നമ്മിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക എന്ന ഒരു ആലോചന നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് പാപങ്ങളെ കുറിച്ചുള്ള ഒരു ഭയപ്പാട് നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല എന്ന് മനസ്സ് ചിലപ്പോൾ മന്ത്രിക്കുന്നുണ്ടാകും. പക്ഷേ ഇല്ല സഹോദരങ്ങളെ, കാണുന്നുണ്ട്, റബ്ബ് എല്ലാം കാണുന്നുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഖായിനത്തുൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും റബ്ബ് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ അതീവ ശ്രദ്ധയുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഇസ്തിഖാമത്തിൽ നിന്ന് തെറ്റാൻ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയാനുള്ള ഏറ്റവും വലിയ പാതകമാണ് രഹസ്യത്തിൽ ചെയ്യുന്ന തിന്മകൾ. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മെ നശിപ്പിച്ചു കളയും. നമുക്ക് സ്വന്തത്തോടുള്ള ഇഷ്ടം അതില്ലാതായി പോകും. അവസാനം സൂയിസൈഡിലേക്കും ആത്മഹത്യയിലേക്കും എല്ലാം എത്തിപ്പെടുന്ന ആളുകളുടെ അവരുടെ ഹിസ്റ്ററികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ് രഹസ്യമായ തിന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് രഹസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. രഹസ്യത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു വെക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ റബ്ബിനും എനിക്കും മാത്രം അറിയുന്ന നന്മകൾ ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ രഹസ്യമായ ഒരുപാട് നന്മകൾ കൊണ്ട് അദ്ദേഹം ജീവിതത്തെ അലങ്കരിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നത് ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് അദ്ദേഹം പള്ളിയിൽ നിന്ന്
സുന്നത്ത് നിസ്കരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. എപ്പോഴും വീട്ടിൽ നിന്നായിരുന്നു സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ആളുകളുടെ കൂടെ ഭക്ഷണത്തിനായി അദ്ദേഹം ഇരുന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ വിരക്തിയുള്ള മനുഷ്യനാണ്. വളരെ കുറച്ചാണ് ഭക്ഷിക്കുക, പക്ഷെ ഏറ്റവും അവസാനമാണ് അദ്ദേഹം എഴുന്നേൽക്കുക എന്ന്. അദ്ദേഹം വളരെ പതുക്കന്തയും ആ ചെറിയ ഭക്ഷണം കഴിച്ചു തീർക്കും. ആളുകൾ മനസ്സിലാക്കരുത് ഞാൻ ജാഹിദാണ് എന്ന്. അത്രയും ആളുകൾക്കിടയിൽ ആളുകൾക്കൊന്നും അറിയാതെ വളരെ രഹസ്യമായിട്ടായിരുന്നു ഓരോ പ്രവർത്തനങ്ങളും അവർ ചെയ്തിരുന്നത്. എന്തിനേറെ, ഒരു മാസത്തോളം ഒരു താബിഈ പണ്ഡിതൻ നോമ്പനുഷ്ഠിച്ചത് സ്വന്തം വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ്. സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ നോമ്പനുഷ്ഠിച്ചു എന്നാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതിയുമായി പോകുന്നു, വീട്ടുകാർ വിചാരിക്കുന്നത് നോമ്പുണ്ട് എന്നാണ്. എന്നാൽ ആ വഴിമധ്യേ എത്തുമ്പോൾ അത് സ്വതക്ക കൊടുക്കുകയും വീട്ടിൽ നിന്ന് രാത്രി അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് തിരിച്ചു വരുന്നത് നോമ്പ് തുറന്നിട്ടാണ്. ഒരു മനുഷ്യനും അറിയാതെ അത്രയും കാലം അദ്ദേഹം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാണ്. അങ്ങനെ എന്ത് പറയാനുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. തിന്മകൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എങ്കിൽ നഷ്ടമാണ്. ആഖിറത്തിൽ നമുക്ക് വിചാരിക്കാത്ത ഒരു ശിക്ഷ ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എന്തെങ്കിലും ഒന്ന് നമുക്ക് ബാക്കിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഒരു തുടക്കമാണ്. അതുകൊണ്ട് രഹസ്യമായ കർമ്മങ്ങൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം. നമ്മൾ കൊടുക്കുന്ന ഒരു ഉറുപ്പ് പോലും അത് അല്ലാഹു മാത്രമായിട്ടാണ് അറിയുന്നത്. അല്ലാത്ത ഒരു മഖ്ലൂക്കും അറിയാതെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയം എപ്പോൾ തെറ്റിപ്പോകും എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല ഈമാൻ ഉണ്ടാവുകയും എന്നാൽ ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഈമാനിന്റെ അവസ്ഥയിൽ നിന്ന് മാറി തിന്മകൾ ചെയ്യാൻ തോന്നുന്ന ഹൃദയത്തിന്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നല്ലോണം റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അത് ഹൃദയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസ്ഗി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നീ ഹിദായത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ല റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കയ്യിലല്ല ഹിദായത്തിന്റെ താക്കോലുകൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നിത്യവും ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികളും മറ്റു നിർമ്മതവാദികളുമെല്ലാം ഇസ്ലാമിനെതിരെ അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിമർശനങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് രോഗം ബാധിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിലേക്കൊന്നും നമ്മൾ യാതൊരു വിധേനയും ചെവി കൊടുക്കാൻ പോലും പാടില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. എപ്പോഴെങ്കിലും ഈമാൻ കുറഞ്ഞുപോയി അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിമർശകൻ പറഞ്ഞ ചിന്ത അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അവസാനം ഇസ്ലാമിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കൈകളിലല്ല ഹിദായത്തിന്റെ താക്കോലുകൾ അള്ളാഹുവിന്റെ അടുക്കലാണ്, റബ്ബിന്റെ അടുക്കലാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എത്ര തന്നെ അറിവുള്ളവനാണ് എങ്കിലും ഒരിക്കലും അവന് ഹിദായത്ത് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എത്ര തന്നെ അറിവുള്ളവനാണ് എങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഹിദായത്തിലൂടെ മരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് റബ്ബേ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ റബ്ബേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളിൽ നമ്മൾ മുഴുകുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടു വന്ന ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹം എന്നത്. ഒരുപാട് തവണ അവർ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ചെയ്തു വെച്ച ചെയ്തികൾ അത്രയും മോശപ്പെട്ടതായിരുന്നു അവരുടെ ചെയ്തികൾ എന്ന്. അതുകൊണ്ട് അവരിൽ നിന്ന് മുസ്ലിമീങ്ങളായ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എന്നതുകൊണ്ടാണ് ബനൂ ഇസ്രായേലുകളെ കുറിച്ച്, യഹൂദികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നത്.
അമ്പിയാക്കളെ കൊന്നൊടുക്കിയ ആളുകളാണ് ബനൂ ഇസ്രായേലിലെ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേലികളെ കുറിച്ച്, യഹൂദികളെ കുറിച്ച് സഹാബാക്കൾക്ക് പറയാറുണ്ടായിരുന്നു, ഹത്താ യുസ്ബിഹ, സുബ്ഹി ആകുന്നതുവരെ യഹൂദികളുടെ കുഴപ്പങ്ങളെ കുറിച്ചും അവരുടെ ശത്രുതയെ കുറിച്ചും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. നിസ്കാരത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കുകയും എന്നാൽ ബാക്കിയുള്ള സമയത്തെല്ലാം യഹൂദികൾക്കെതിരെയുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്നു. അതല്ലെങ്കിൽ രാവിലെയും പകലുകളും ഒന്നുമില്ലാതെ അത്രയും നേരങ്ങൾ യഹൂദികളുടെ കുഴപ്പങ്ങളെ കുറിച്ചും അവരെ നിങ്ങൾ ജാഗ്രതയോടുകൂടി കാണണമെന്നതിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലതജിദന്ന, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു, വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്നത് അൽ യഹൂദ, യഹൂദികളാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ, ഗസയിലുള്ള സഹോദരങ്ങളായ ആളുകൾ, അവർക്ക് വിശന്ന് വലഞ്ഞ് ഭക്ഷണമില്ലാതെ ഓരോ ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതുവരെയായി കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ 20,000-ഓളം കുട്ടികളെയാണ് അവർ കൊന്നൊടുക്കിയത് എന്ന്. 20,000-ഓളം ഒന്നും അറിയാത്ത പാവങ്ങളായ ആ കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കി. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ ഈമാൻ ഒരു തിരിവെട്ടമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇരു കൈകൾ ഉയർത്തി, റബ്ബേ, അവിടെയുള്ള സഹോദരന്മാർക്ക് നീ സമാധാനമേകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മെക്കാളും വലിയ, അത്രയും കടുത്തുപോയ ഹൃദയങ്ങളുടെ ഉടമകളാണോ നമ്മൾ എന്നൊരു ആലോചന നമുക്കുണ്ടാകണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സഹോദരന്റെ വേദനയിൽ സ്വയം വേദനിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റൊരു സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ അവന്റെ ഈമാൻ അത് പൂർണ്ണമാവുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിലായിട്ടുണ്ടോ, എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ആ പരീക്ഷണത്തിൽ അവരെ അല്ലാഹുവേ ആ പരീക്ഷണം മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, ആ പരീക്ഷണത്തിൽ വേദനിക്കാൻ, ആ പരീക്ഷണത്തിൽ കരയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ ഈമാനുള്ള ആളുകളുടെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആത്മാർത്ഥമായി അത്തരം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്, ഈ വരുന്ന ഞായറാഴ്ച ആദർശ സമ്മേളനം എന്ന പേരിൽ കാസർഗോഡിൽ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് പരിപാടി ആരംഭിക്കുക. എല്ലാ ആളുകളും ആ പരിപാടിയിൽ സമ്മേളിക്കേണ്ടതുണ്ട്. തൗഹീദിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നാട്ടിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കുടുംബസമേതം കഴിയുന്ന ആളുകളെല്ലാം അവിടെ എത്തിപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ.